ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല. കാരണം എന്താണ്? കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ ചുറ്റുമുള്ളവരെ എന്നെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല, എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയൊരു സങ്കടം അല്ലെ. നമുക്കൊരു വിഷമം വരുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ആരുമില്ല, എന്നെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്, പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകത്തിലെ വേറെ ആരും നിന്നെ സ്നേഹിച്ചില്ലേലും, ലോകത്തിൽ ആരും നിന്നെ മനസ്സിലാക്കിയില്ലേലും ദൈവം നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ അതിനുള്ള കാരണം പറയുകയാണ്, പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? നിങ്ങൾ എന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഇത് തന്നെയാണ് ദൈവപരിപാലനയെ കുറിച്ചുള്ള വചനഭാഗത്തിലൊക്കെ ഈശോ നമ്മളോട് പറയുന്നത് തന്നെയാണ് അല്ലെ. ചുറ്റുമുള്ള ഈ വയലിനെയൊക്കെ പരിപാലിക്കാനായിട്ട് ദൈവത്തിന് അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിപാലിക്കാനായിട്ട് അടിപൊളിയായിട്ട് ദൈവത്തിന് അറിയാം അല്ലെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവിടെ നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യും. ഈ ഒരു വിശ്വാസം അത് നമ്മുടെ മനസ്സിൽ ഇട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്